ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് കുറച്ച് പുതിയ കോൺവെർസേഷണൽ ബിറ്റ്സ്, ഇംഗ്ലീഷ് കോൺവെർസേഷണൽ ബിറ്റ്സ് പഠിക്കാം. അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് വരുന്നത്, ഐ ഡോണ്ട് വോണ്ട് ടു ബി ബഗൈൽഡ് ബൈ എനി വൺ. ഒന്നുകൂടെ പറയാം, ഐ ഡോണ്ട് വോണ്ട് ടു ബി ബഗൈൽഡ് ബൈ എനി വൺ. ഇവിടെ ബഗൈൽഡ് എന്നുള്ള ഈ ഒരു വേർഡ് BEGUILED എന്നാണ് ഇതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. ഇതിൻ്റെ മീനിങ് വരുന്നത്, ഐ ഡോണ്ട് വോണ്ട് ടു ബി ട്രിക്ഡ് ഓർ മിസ്ലെഡ് ഓർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി വൺസ് അട്രാക്റ്റീവ്നെസ് ഓർ ക്ലവർനെസ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ആകർഷണം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ നമ്മൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ പറ്റിക്കപ്പെടുക അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുക, ഇതിനൊക്കെയാണ് ടു ബി ബഗൈൽഡ് എന്നുള്ള ഈ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐ ഡോണ്ട് വോണ്ട് ടു ബി ബഗൈൽഡ് ബൈ എനി വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരാലും പറ്റിക്കപ്പെടാൻ അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറയാം, ഐ ഡോണ്ട് വോണ്ട് ടു ബി ബഗൈൽഡ് ബൈ എനി വൺ. ഇനി സെക്കൻഡ് സെൻറ്റൻസ് വരുന്നത്, ഹെർ ഫേസ് ഇസ് കൺടോർട്ടഡ് വിത്ത് പെയിൻ. എന്നോട് പറയാം, ഹെർ ഫേസ് ഇസ് കൺടോർട്ടഡ് വിത്ത് പെയിൻ. CONTORTED എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നത്, ഹെർ ഫേസ് ഇസ് ട്വിസ്റ്റഡ് ഓർ ബെൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് നോർമൽ ഷേപ്പ് ബിക്കോസ് ഓഫ് പെയിൻ. ഒരു വേദന സഹിക്കാൻ പറ്റാതെ അവളുടെ മുഖം മാറിപ്പോയി അല്ലെങ്കിൽ കൂടിപ്പോയി, വല്ലാത്തൊരു രൂപത്തിലായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയാനായിട്ട് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഹെർ ഫേസ് ഇസ് കൺടോർട്ടഡ് വിത്ത് പെയിൻ. തേർഡ് സെൻറ്റൻസ് വരുന്നത്, ദർ ആർ മെനി പിറ്റ്ഫോൾസ് ഇൻ ഇറ്റ്. എന്നിട്ട് പറയാം, ബിവെയർ ദർ ആർ മെനി പിറ്റ്ഫോൾസ് ഇൻ ഇറ്റ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ദർ ആർ മെനി ഹിഡൻ ഡേഞ്ചേഴ്സ് ഇൻ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ്സ് ക്വൈറ്റ് റിസ്കി, ദർ ആർ മെനി പിറ്റ്ഫോൾസ് ഇൻ ഇറ്റ്. അപ്പം ഒരു കാര്യത്തിൽ കുറേ അപകടം പതിയിരിപ്പുണ്ട്, ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പറയാം, ദർ ആർ മെനി പിറ്റ്ഫോൾസ് ഇൻ ഇറ്റ്. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് വരുന്നത്, ഇറ്റ് ഈസ് റിയലി എ സ്ട്രോക്ക് ഓഫ് സെറൻഡിപ്പിറ്റി. ഒന്നുകൂടെ പറയാം, ഇറ്റ് ഈസ് റിയലി എ സ്ട്രോക്ക് ഓഫ് സെറൻഡിപ്പിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സംതിങ് ഫോർച്ചുനേറ്റ് വിച്ച് ഹാസ് ഹാപ്പൻ അൺഎക്സ്പെക്റ്റഡ്ലി ഓർ ബൈ ചാൻസ്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ശുഭകരമായ എന്തെങ്കിലും സംഭവിക്കുക, അതിനാണ് സ്ട്രോക്ക് ഓഫ് സെറൻഡിപ്പിറ്റി എന്നുള്ള ഈ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് റിയലി എ സ്ട്രോക്ക് ഓഫ് സെറൻഡിപ്പിറ്റി എന്ന് വെച്ചാൽ അത് ശരിക്കും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന ഒരു ഭാഗ്യം ആണ്.